രീതിയിൽ കേരളം ചർച്ച ചെയ്തതാണ്. ഒരു പിഞ്ചു കുഞ്ഞിനെ അതിന് ഓർമ്മയുറയ്ക്കും മുൻപ് 3 വയസ്സ് മുതൽ തുടർച്ചയായി പീഡിപ്പിച്ച് 6-ാം വയസ്സാകുമ്പോൾ അതിനെ കൊന്നുകളയുന്ന അതിക്രൂരമായ സംഭവത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. അതിലെ പ്രതി ശിക്ഷ കുറഞ്ഞുപോയി എന്നതല്ല, അതാ വെറുതെ വിടുന്ന ഒരു സാഹചര്യം കോടതിയിൽ ഉണ്ടാകുന്നു. കോടതിയിൽ എപ്പോഴും തെളിവുകൾക്കാണ് പ്രാമുഖ്യം ലഭിക്കുക. എവിടെയൊക്കെ എങ്ങനെയൊക്കെ വീഴ്ച സംഭവിച്ചു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രോസിക്യൂഷന്റെ വീഴ്ച ഇക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രോസിക്യൂഷന് പിഴവ് പറ്റി. പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് ഇപ്പോൾ പ്രതിയായി അവതരിപ്പിച്ച അർജുൻ നേരത്തെ കുറ്റസമ്മതമൊഴി ഉള്ളതാണ്. പിന്നീട് ഇപ്പോൾ കോടതിയിൽ തെളിവുകൾ ഉണ്ടായില്ല എന്ന വാദമുണ്ടാവുന്നത് എങ്ങനെയെന്ന് പ്രോസിക്യൂഷന്റെ വാദമുണ്ട്. പക്ഷേ പിഴവുകൾ പറ്റിയത് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് തന്നെയാണ്. കാരണം ഒന്നുകിൽ ഈ പ്രതിക്കെതിരായ കൃത്യമായ തെളിവുകൾ കോടതിയിൽ കൊണ്ടുവരാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു, അതല്ലെങ്കിൽ പ്രതിയെ കണ്ടെത്തിയതിൽ ചില പിഴവുകൾ പറ്റിയിരിക്കാം. ഈ 2 കാര്യത്തിലായാലും നീതി നിഷേധം ഉണ്ടാവുന്നത് ആ കുടുംബത്തിനാണ് എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം തങ്ങളുടെ മകൾക്ക് ഇത്ര ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ അതിന് കുറ്റക്കാരെ ശിക്ഷിക്കപ്പെടേണ്ടത് ആ കുടുംബത്തിന് ലഭിക്കേണ്ട പ്രാഥമികമായ ഒരു നീതിയാണ്. അതുപോലും നിഷേധിക്കപ്പെട്ടു എന്നതാണ് സാഹചര്യം. അതാണ് കുടുംബത്തിന്റെ വൈകാരികമായ പ്രതികരണത്തിന് കാരണം. ഇനി ഈ കേസിന്റെ തുടർ നടപടികളിലേക്ക് പോയാൽ, അതിന്റെ ഭാവിയിലേക്ക് പോയാൽ, ഇതിൽ പ്രതിഭാഗം അഭിഭാഷകർ ഉന്നയിക്കുന്ന ഒരു വാദം പ്രസക്തമാണ്. അവർ ഉന്നയിക്കുന്ന വാദം, ഇതിൽ പുനരന്വേഷണം വാദം ഉന്നയിക്കുന്നത് പ്രതിഭാഗം തന്നെയാണ് എന്ന പ്രത്യേകതയുണ്ട്. കാരണം നിലവിൽ പ്രതിയെ വെറുതെ വിട്ടെങ്കിൽ കൂടിയും പുനരന്വേഷണ വാദം അവർ ഉന്നയിക്കുന്നു. അതിനൊക്കെ ആവശ്യം പ്രോസിക്യൂഷന്റെ ലിസ്റ്റിൽ ഇപ്പോഴും ഈ പ്രതി ആയിരിക്കുന്ന ആളെ അവിടുന്ന് ഒഴിവാക്കി കിട്ടുക എന്നതാണ് അവരുടെ ആവശ്യം. അതിന്റെ ഭാഗമായി അവർ പറയുന്നത് തെറ്റായ തെളിവുകൾ ഹാജരാക്കി തുടങ്ങിയ വാദങ്ങളാണ്. തുടരന്വേഷണം ഇക്കാര്യത്തിൽ നമ്മൾ ഡീൻ കുര്യാക്കോസിനോട് അവർ അങ്ങനെ ഒരു പുനരന്വേഷണം പ്രതിഭാഗം തന്നെ ആവശ്യപ്പെടുന്ന കാര്യം ചോദിച്ചപ്പോൾ തെളിവുകൾ പാടെ നശിപ്പിച്ചു കളഞ്ഞതിന്റെ കോൺഫിഡൻസ് എന്ന നിലയിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ നിന്നുകൊണ്ട് പ്രതിഭാഗം പുനരന്വേഷണം ആവശ്യപ്പെടുന്നു എന്ന ആരോപണങ്ങൾ ശക്തമാകുന്നതിനെ നമ്മൾ എങ്ങനെ കാണണം? അത് സ്വാഭാവികമാണ്. അതിന്റെ നിയമ നടപടികളും അതിന്റെ നീക്കങ്ങളും അങ്ങനെ തന്നെ ഉണ്ടാവും. ഈ കേസിന്റെ തുടർ ഭാവിയിൽ നിർണായകമാവുന്നത് മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വാളയാർ കേസിലും മറ്റും, അതായത് ഒരു പോക്സോ കേസോ അല്ലെങ്കിൽ മറ്റേത് തരം കേസും ആവട്ടെ, അതിന്റെ ഫസ്റ്റ് ട്രയലിൽ, ആദ്യ ട്രയൽ നടക്കുന്ന കോടതിയിൽ തന്നെ ഉണ്ടാവുന്ന പിഴവുകൾ പിന്നീട് ആ കേസിന്റെ ഭാവിയെ തന്നെ ബാധിച്ച ചരിത്രമുണ്ട്. സ്വാഭാവികമായും ഈ കേസിലും അത്തരം ആശങ്കകൾ ഉണ്ടാകുമോ എന്നത് നമുക്ക് മുന്നിൽ ഒരു വെല്ലുവിളിയാണ്, ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. അതൊരു പക്ഷേ നിയമവിദഗ്ധർക്കായിരിക്കും അക്കാര്യത്തിൽ കൂടുതൽ പറയാനുണ്ടാവുക. പിന്നെ രേണുക സൂചിപ്പിച്ച കാര്യം, അതൊരു രാഷ്ട്രീയ ആരോപണമാണ്. അത് സ്വാഭാവികമായും ഈ കേസിന്റെ പശ്ചാത്തലം കൂടിയാണ്. അത് രാഷ്ട്രീയപരമായി തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. അത് വാദപ്രതിവാദമായി രാഷ്ട്രീയ രംഗത്ത് നിഴലിക്കുകയും ചെയ്യും. പക്ഷേ അതിനപ്പുറം ആ കുടുംബത്തിന് നീതി വേണമെന്ന ആവശ്യത്തിലേക്ക് പൊതുസമൂഹവും രാഷ്ട്രീയ നേതൃത്വങ്ങളും ഇപ്പോൾ ഒറ്റക്കെട്ടായി അഭിപ്രായം പറയുന്നു. അതിൽ തർക്കമില്ല. പക്ഷേ അതെങ്ങനെ സാധ്യമാക്കുമെന്ന ചോദ്യമാണ്. അവിടെയാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുക. കാരണം ഹൈക്കോടതിയിലേക്കും മറ്റും പുനരന്വേഷണ ആവശ്യം പോകുമ്പോൾ ആദ്യം തെളിവുകൾ നഷ്ടപ്പെടുത്തിയെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വീഴ്ചകൾ, പിന്നീടുണ്ടാകുന്ന നടപടികൾ, ഇതൊക്കെ വിഷയമാവും. വാളയാർ കേസിലും മറ്റും ഉണ്ടായതും അതുതന്നെയാണ്. തെളിവുകൾ നഷ്ടപ്പെടുത്തി എന്നൊരു പ്രശ്നം ഉണ്ടായതാണ്. സമാനമായ നീക്കം ഈ കേസിലും ഉണ്ടാകുമോ എന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തതയായ നിലപാട് ഇനി സ്വീകരിക്കേണ്ടത് പ്രോസിക്യൂഷനാണ്. പ്രോസിക്യൂഷന്റെ പ്രതികരണം പുറത്തു വരേണ്ടതുണ്ട്. കാരണം പഴുതടച്ച നീക്കം കുറ്റപത്രത്തിലടക്കം നടത്തി എന്നതായിരുന്നു അവരുടെ അവകാശവാദം. പക്ഷേ അതൊന്നും പിന്നീട് കോടതിയിൽ ഉണ്ടായില്ല എന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധേയമായി വരുന്നത്, ഈ വിധി പ്രസ്താവത്തിലും ചില സാങ്കേതിക പ്രശ്നമുണ്ടോ എന്ന വാദമാണ്. ഒരുപക്ഷെ അത് നിയമവിദഗ്ധർ സ്ഥിരീകരിക്കേണ്ടതാണെങ്കിൽ കൂടിയും ചർച്ചകളിലും ഈ വിധിക്ക് ശേഷം വരുന്ന അഭിപ്രായ പ്രകടനങ്ങളിലും കൂടിയും അത് ഉയർന്നു വരുന്നുണ്ട്. വേണമെങ്കിൽ ഈ കേസിൽ ഒരു അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നതിനപ്പുറം ഒരു പുനരന്വേഷണം ഈ കോടതിക്ക് തന്നെ പ്രഖ്യാപിക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിലേക്കൊന്നും അത് പോയിട്ടുമില്ല. അത് ഒരു സ്വാഭാവിക നടപടിക്രമമാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിയമപ്രശ്നം അതിലുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഇക്കാര്യത്തിൽ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തി എന്നതേ ഉള്ളൂ. തീർച്ചയായും സജിത്ത്, ഈ കാര്യത്തിൽ ഈ പോക്സോ നിയമം തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഈ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നതിന് എതിരായ സന്ദേശം നൽകുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേക കോടതികൾ സ്ഥാപിച്ചുകൊണ്ട് ആ നീതി വളരെ വേഗത്തിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ കേരളത്തിന്റെ അനുഭവം നോക്കൂ, വളരെ പ്രധാനപ്പെട്ട കേസുകളിൽ പോലും പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ വലിയ ചർച്ചകൾക്ക് കൂടി ഇത് ഈ വിധി വഴിവെക്കുമെന്നാണോ കരുതേണ്ടത്?
ഉറപ്പാണല്ലോ, അത് ഇതിനകം തന്നെ ആ ചർച്ച ആരംഭിച്ചിട്ടുമുണ്ടല്ലോ. കാരണം അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ്. പോക്സോ കേസുകളിൽ പറ്റുന്ന പരാജയം അത് പല കുറി കേരളം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മുൻപ് നമുക്ക് മുന്നിൽ അനുഭവങ്ങൾ പലതുണ്ട് താനും. അതുകൊണ്ട് കൂടിയാണ് ഈ കേസിൽ ഇത്ര വേഗത്തിലൊരു വാർത്താ പ്രാധാന്യം കൈവരികയും ചെയ്യുന്നത്. കാരണം ഇന്ന് ഈ വണ്ടിപ്പെരിയാർ കേസിൽ നിന്നും വലിയൊരു ശിക്ഷാ വിധി ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് മാധ്യമങ്ങളും നിയമവിദഗ്ധരും നിയമവൃത്തങ്ങളുമൊക്കെ കോടതിക്ക് മുന്നിലെത്തിയത്. പക്ഷേ കോടതിയിൽ നിന്നും മറ്റൊരു വിധി ഉണ്ടാവുന്നു. അത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. അതുകൊണ്ട് തന്നെ പോക്സോ കേസുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു തന്നെ ഇവിടെയും സംഭവിക്കുന്നു എന്ന കാര്യമാണ്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ ജാഗ്രത നമുക്കുണ്ടാവുന്നില്ലേ എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ ഒന്നുകൂടി ഉയർന്നു വരിക തന്നെ ചെയ്യും. ശരി, ടി